ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റും ബ്രൈറ്റ്നസ്സും തരുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലൈമറ്റിൽ, നല്ല ചൂടുള്ള ഈ ക്ലൈമറ്റിൽ ഏറ്റവും അധികം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനാനയാണ്. നമുക്ക് ഇതിപ്പോൾ ഏത്തപ്പഴം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സാധാ പഴയില്ല, അതാണ് ചെറുപ്പഴമാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോയും ഫെയർനെസ്സും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. അതിൻ്റെ കൂടെ നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിക്കാണ്. നമ്മൾ നല്ല ഒന്നാന്തരം നാടൻ കരിക്കില്ലേ, കരിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. എന്തൊക്കെ സാധനമാണ് നമുക്കിനി മറ്റാവശ്യങ്ങൾ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഏത്തപ്പഴം നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കരിക്കിൻ്റെ വെള്ളമാണ് ചേർക്കണം. നിങ്ങൾക്ക് തേങ്ങാവെള്ളമാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഒരു 2 സ്പൂൺ കരിക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് തൈര്, ഒരു വലിയ സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കരിക്കെടുത്തിട്ട് അതിൻ്റെ ഉടച്ചിട്ട് അതിനകത്തുള്ള ഭാഗം ഫ്ലഷ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക, അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. പിന്നെ തക്കാളി അലർജി ഇല്ലാത്തവർക്ക് ഒരു അരമുറി തക്കാളി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. അത് ഒരു അത്യാവശ്യമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഈ പാക്ക് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിപ്സിൽ നമുക്ക് കവർ ചെയ്യാം, കണ്ണിന് ചുറ്റും നമുക്ക് കവർ ചെയ്യാം, കഴുത്തിൽ, കാലിൽ, കയ്യിൽ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നന്നായിട്ട് തേച്ചൊരു 2-3 തവണ നമ്മൾ തേച്ചിട്ട് നന്നായിട്ട് ഒരു തിക്കായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ്. നമ്മുടെ ഫേസിലിടുമ്പോൾ നമ്മൾ താഴേക്ക് ഊറിപ്പോണ പോലെ തോന്നും. നന്നായിട്ട് കവർ ചെയ്യുക. അതിന് ശേഷം 20 മുതൽ 25 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആകും. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ഉണ്ടാവും. നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.